സെപ്റ്റംബർ 17-18 തീയതികളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകളിലും വോക്കി ടോക്കികളിലും പൊട്ടിത്തെറിച്ച സ്ഫോടനത്തിലെ നിർണായക തെളിവുകൾ പുറത്തുവന്നു. ഏതാണ്ട് ഒരു ദശാബ്ദത്തോളമാണ് ഇസ്രായേൽ ശ്രദ്ധാപൂർവം ഈ ഉപകരണങ്ങളിൽ ബൂബി ട്രാപ്പ് ചെയ്തതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ബോംബ് പോലെ അപകടകരമായ എന്തെങ്കിലും വസ്തു സുരക്ഷിതമെന്ന് തോന്നുന്ന നിലയിൽ എവിടെയെങ്കിലും മറച്ചുവെക്കപ്പെടുന്നതിനെയാണ് ബൂബി ട്രാപ്പ് എന്ന് പറയുന്നത്. പൊട്ടിത്തെറിക്കുവാനുള്ള കഴിവ് നിലനിർത്തിക്കൊണ്ടുതന്നെ ഇത്രയും കാലം ഇസ്രായേൽ ഇവ ഉപയോഗപ്പെടുത്തി വിവരങ്ങൾ ചോർത്തുവാൻ ഉപയോഗിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ബൂബി ട്രാപ്പ് പദ്ധതിയുടെ ആദ്യഘട്ടം 2015 തന്നെ ആരംഭിച്ചിരുന്നുവെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഉപകരണങ്ങൾ 2015 തന്നെ മൊസാദ് ലെബനനിലേക്ക് അയച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ വോക്കി ടോക്കികളെ പിന്നീട് പ്രയോജനപ്പെടുത്താവുന്ന ബോംബ് ഓപ്ഷനുകളായി മൊസാദ് 9 വർഷം കരുതിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈയിടെയാണ് ശക്തമായ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറിന്റെ സാധ്യത മൊസാദ് ഉപയോഗപ്പെടുത്തിയത്. പേജറുകൾ പൊട്ടിത്തെറിക്കണമെങ്കിൽ അവ ഉപയോഗിക്കുന്നവർ തന്നെ ഓൺ ചെയ്യണമായിരുന്നു. അതിനാൽ ഒരേ സമയം മെസ്സേജ് അയക്കുകയും തുടർന്ന് മെസ്സേജ് വായിക്കുവാൻ പേജർ തുറന്നു നോക്കുമ്പോഴാണ് സ്ഫോടനം സംഭവിച്ചത്. നിലവിൽ മധ്യേഷ്യയിലെ സംഘർഷങ്ങളെ ഇത്ര തീവ്രമാക്കിയത് ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണമാണ്. എന്നാൽ ഇതിനു മുമ്പായി 2022 തന്നെ പേജർ സ്ഫോടന പദ്ധതി മൊസാദ് ആരംഭിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അപ്പോളോ AR-924 പേജറുകളുടെ പ്രാരംഭ വിൽപ്പനയ്ക്കുള്ള ധാരണ 2 വർഷം മുമ്പ് തന്നെ ഹിസ്ബുള്ളയ്ക്ക് അയച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പേജറുകളും വലുപ്പമേറിയ ബാറ്ററിയും സ്ഫോടനം നടത്തുവാനുള്ള സമയദൈർഘ്യം നീട്ടാൻ ഇസ്രായേലി വിദഗ്ധർക്ക് സൗകര്യപ്രദമായിരുന്നു. സന്ദേശം വായിക്കുവാൻ നിങ്ങൾ 2 ബട്ടണുകൾ അമർത്തേണ്ടതുണ്ട്. തൊട്ടുപുറകെ നടക്കുന്ന സ്ഫോടനത്തിൽ ഉപയോക്താവിന്റെ ഇരു കൈകൾക്കും പിന്നീട് പോരാട്ടം നടത്താൻ കഴിയാത്ത വിധം സാരമായി മുറിവേൽക്കുമെന്നും ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയും ചാരന്മാരിലൂടെയും ഹിസ്ബുള്ളയിലേക്ക് നുഴഞ്ഞു കയറാൻ വർഷങ്ങളോളം ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത, ഹാക്ക് ചെയ്യാനാകാത്ത ആശയവിനിമയ സംവിധാനത്തെയാണ് ഹിസ്ബുള്ള ആശ്രയിക്കുന്നതെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. നിരന്തരം ഇത് നിരീക്ഷിച്ചാണ് മൊസാദ് ബൂബി ട്രാപ്പ് ദൗത്യത്തിലേക്കുള്ള പദ്ധതി തയ്യാറാക്കിയത്. ഇസ്രായേലി ഹാക്കിങ്ങിന്റെ അപകട സാധ്യതയില്ലാത്ത ഉപകരണമായി അങ്ങനെയാണ് അപ്പോളോ പേജറുകൾ ഹിസ്ബുള്ളയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇസ്രായേലുമായി ബന്ധമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉപകരണങ്ങളിൽ ഹിസ്ബുള്ള നേതാക്കൾ ജാഗ്രത പുലർത്തിയിരുന്നു. അതിനാൽ തന്നെ പദ്ധതി നടപ്പിലാക്കുവാൻ മൊസാദ് തായ്വാൻ കമ്പനിയെ തിരഞ്ഞെടുത്തതും പദ്ധതിയിൽ നിർണായകമായി. ലോകമെമ്പാടുമുള്ള വിതരണം ചെയ്യപ്പെടുന്ന അറിയപ്പെടുന്ന ട്രേഡ് മാർക്കാണ് തായ്വാനീസ് അപ്പോളോ പേജറുകൾ. ഇതിന് ഇസ്രായേലുമായോ ജൂത താൽപര്യങ്ങളുമായോ പ്രത്യക്ഷമായ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. അപ്പോളോയുമായി ബന്ധമുള്ള ഹിസ്ബുള്ളയ്ക്ക് വിശ്വാസമുള്ള ഒരു മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥനിൽ നിന്നായിരുന്നു 2023 വിൽപ്പനയുമായി ബന്ധപ്പെട്ട ധാരണകൾ വന്നത്. ഇവരാരെന്നാണോ ഇവരുടെ രാജ്യം ഏതാണെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല. ഇവർ തായ്വാനി സ്ഥാപനത്തിന്റെ മുൻ മിഡിൽ ഈസ്റ്റ് സെയിൽസ് പ്രതിനിധികളായിരുന്നുവെന്നും അവരുടെ കമ്പനിക്ക് അപ്പോളോ പേജറുകളുടെ ലൈസൻസ് ഉണ്ടായിരുന്നെന്നുമാണ് റിപ്പോർട്ട്. ഈ മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥന് ഇസ്രായേലി പ്രവർത്തനങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ പേജറുകൾ മൊസാദിന്റെ മേൽനോട്ടത്തിൽ ഇസ്രായേലിൽ അസംബിൾ ചെയ്തതാണെന്നും ഇയാൾക്ക് അറിവില്ലായിരുന്നുവെന്നുമാണ് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. ഹിസ്ബുള്ളയെ നാമാവശേഷമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ കാഹളമായിരുന്നു ഈ ബൂബി ട്രാപ്പ് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ലെബനനിൽ നടത്തുന്ന രക്തരൂക്ഷിത നീക്കങ്ങൾ നൽകുന്ന സൂചന. ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വേളയിലും ലെബനനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇതോടൊപ്പം ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകുമോ എന്നും ലോകം വീക്ഷിക്കുന്നുണ്ട്.